പാലക്കാട് വടക്കഞ്ചേരിയിൽ വീടിന് സമീപത്തു നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. വടക്കഞ്ചേരി റോളക്സിന് സമീപം രമേശിന്റെ വീടിന് പിൻവശത്താണ് പാമ്പിനെ കണ്ടെത്തിയത്. വനം വകുപ്പ് വാച്ചറെത്തി പാമ്പിനെ പിടികൂടി. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേർന്നു. അരുൺ, ഈ ഒരു കടുത്ത ചൂടിൽ പാമ്പുകളുടെ ശല്യം രൂക്ഷമാവുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം വീടിന് സമീപത്തൊരു പാമ്പിനെ പിടികൂടുന്നതാണ് വിവരങ്ങൾ. തീർച്ചയായിട്ടും അമൽ, ചൂട് വർദ്ധിച്ചതോടുകൂടെ പാലക്കാട് ജില്ലയിലും ഈ ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമായി തുടരുകയാണ്. പാലക്കാട് വടക്കഞ്ചേരിയിലാണ് ഒരു വീടിന്റെ സമീപത്ത് നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടിയത്. വടക്കഞ്ചേരി റോളക്സ് ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള രമേശിന്റെ വീടിന്റെ പിൻവശത്ത് വെച്ചാണ് പാമ്പിനെ കണ്ടത്. രമേശിന്റെ മകൾ പിൻവശത്തെ വാഷിംഗ് മെഷീൻ അടുത്ത് പോയപ്പോഴാണ് പാമ്പിനെ കാണുന്നത്. ഉടൻ വീട്ടുകാർ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥനെത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പിന്നീട് വനം വകുപ്പ് അതിനെ കാട്ടിൽ തുറന്നുവിട്ടു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ജില്ലയിൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ മാത്രം 44 പേർക്കാണ് പാമ്പ് കടിയേറ്റത്. അതുപോലെ തന്നെ ഈ മാസം ഇന്നലെ വരെ 44 പേർക്ക് കടിയേറ്റിട്ടുണ്ട്. ഇത്തരത്തിൽ പാമ്പ് കടി ഏൽക്കുന്ന സംഭവങ്ങളും തുടർക്കഥയായി മാറുന്നു. മാത്രമല്ല, ചൂട് വർദ്ധിച്ചതോടുകൂടി ഈ ആളുകളുടെ വീടുകൾക്കകത്തും ബാത്റൂമുകൾക്കകത്തും ബെഡ്റൂമിൽ വരെ പാമ്പ് കയറി തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ജനങ്ങൾ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് ഈ ഇഴജന്തു ശല്യത്തിൽ. ഒപ്പം ചൂടും മറുവശത്ത് വലിയ രീതിയിൽ ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന സ്ഥിതി തന്നെയാണ് പാലക്കാട് ജില്ലയിൽ ഇപ്പോഴുള്ളത്. വ്യക്തമാണ്. സംസ്ഥാനത്തുടനീളം ഈ ഒരു കടുത്ത ചൂടിൽ പാമ്പുശല്യം രൂക്ഷമാണ്. പാലക്കാട് വടക്കാഞ്ചേരിയിൽ വീടിന് സമീപത്തു നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടിയ വാർത്തയാണ് അരുൺ ആലത്തൂർ പങ്കുവച്ചത്.